ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ടെക്നിക്സിൻ്റെ ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. ഇതാണ് സ്റ്റീരിയോ ആംപ്ലിഫയർ വരുന്നത്. അത്യാവശ്യം കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഒരു മോഡലാണ്. ഇത് 1990 കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു മോഡലാണ്. 90s ഇറങ്ങിയതാണ് ടെക്നിക്സിൻ്റെ. ഇതിൽ റേഡിയോ ഇൻബിൽഡായിട്ട് റേഡിയോ കാര്യങ്ങളൊക്കെ വരുന്നൊരു മോഡലാണ്. സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് SAGX 300 എന്നിട്ടാണ് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത്. ഇത് നോർമൽ സാധാരണ നമ്മൾ സ്റ്റീരിയോ ആംപ്ലിഫയറിൽ കാണുന്ന പോലെ ബാസ് ട്രബിൾ കൺട്രോൾ കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. അതിനായിട്ട് ചെറിയൊരു ഈക്വലൈസർ സെക്ഷൻ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു 7 ബാൻഡ് ഗ്രാഫിക് ഈക്വലൈസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് ബാസ് ട്രബിൾ കൺട്രോൾ വരുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വൈസ് ലുക്ക് വരുന്നത്. ക്വാഡ്സ് സെന്നൈസർ AM FM സ്റ്റീരിയോ റിസീവർ SAGX 300 എന്നിട്ടാണ് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത്. ഇതിന് റേഡിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 24 സ്റ്റേഷൻ മെമ്മറി കാര്യങ്ങളൊക്കെ വരുന്നൊരു മോഡലാണ്. ഇതിനൊരു ഫ്രണ്ട് ഇവിടെയായിട്ടൊരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴായിട്ട് നമുക്ക് ഓരോ ചാനൽ, ഇതൊക്കെ റേഡിയോയുടെ ഓപ്ഷനാണ്. ഓരോ ചാനൽ നമുക്ക് സെറ്റ് ചെയ്യാനും ഇതാക്കാനും വേണ്ടിയുള്ള ഓപ്ഷൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് റേഡിയോയുടെ. അതുപോലെ തന്നെ ഇതിന് 5 മൾട്ടിപ്പിൾ ഇൻപുട്ടാണ് വരുന്നത്. ഒന്ന് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ VCR ഇൻപുട്ടാണ് വരുന്നത്. ഇത് 1990 ഇറങ്ങിയതുകൊണ്ട് VCRൻ്റെ ഇൻപുട്ട് വരുന്നുണ്ട്. പിന്നെ ടാപ്പ് മോണിറ്റർ എന്നിട്ട് ഒരു ഇൻപുട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ CD ഒരു ഇൻപുട്ടുണ്ട്, ട്യൂണറുണ്ട്, ഫോണോ ഒരു ഇൻപുട്ടും കൂടി ഉണ്ട്. നമുക്ക് റെക്കോർഡ് പ്ലെയർ എന്നൊക്കെ ഇൻപുട്ട് കൊടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോണോ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ പവർ സ്വിച്ച് വരുന്നത് ഇവിടെയായിട്ടാണ്. ഇതിൻ്റെ പവർ സ്വിച്ച് വരുന്നത് പവർ. പിന്നെ തൊട്ട് താഴായിട്ട് സ്പീക്കർ സെലക്ഷൻ വരുന്നുണ്ട്. സ്പീക്കർ A, സ്പീക്കർ B, 2 മോഡലാണ് ഇത് വരുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴായിട്ട് ഇതിൽ ഗ്രാഫിക് ഈക്വലൈസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഈക്വലൈസറിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഈക്വലൈസർ നമുക്ക് റോക്ക്, ജാസ്, ക്ലാസിക്, ഈസി, ന്യൂസ്, അതേഴ്സ് എന്നൊക്കെ മറ്റ് ഈക്വലൈസറിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ട് അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ AM FM സെലക്ട് ചെയ്യാനുള്ള 2 ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മെമ്മറി പ്രീസെറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന 2 ബട്ടൺസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മളെ റേഡിയോയുടെ ട്യൂണിങ് മുന്നോട്ടും പുറകോട്ടും അപ്പും ഡൗൺ ചെയ്യുന്ന ഒരു ബട്ടണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മളെ FM മോഡ്, ഓട്ടോ മോൺ എന്നുള്ളൊരു ബട്ടണാണ്. പിന്നെ ഇത് ലൗഡ്നെസ്, നമുക്ക് കുറച്ചും കൂടി ലൗഡായിട്ട് ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ലൗഡ്നെസ് ഓൺ ആയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു ലൗഡ് ഔട്ട്പുട്ട് വരുന്നതാണ്. ഇതിൻ്റെ തൊട്ട് മേളിലായിട്ട് കാണുന്നത് ഇതിൻ്റെ വോളിയം കൺട്രോളാണ്, മാസ്റ്റർ വോളിയം കൺട്രോളാണ്. അതിൻ്റെ തൊട്ടരികിലായിട്ടാണ് മറ്റേ 7 ബാൻഡ് ഈക്വലൈസർ വരുന്നത്. ഈക്വലൈസർ 7 ബാൻഡ് ഈക്വലൈസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ ഡിസ്റ്റൻസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിൻ്റെ തൊട്ട് താഴായിട്ട് ഇതിൻ്റെ ബാലൻസ് കൺട്രോളാണുള്ളത്. ബാലൻസ് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് അത് സെൻട്രലായിട്ട് നമുക്ക് വെക്കുന്ന പോലെ സെൻട്രലായിട്ട് വെക്കാവുന്നതാണ് അത്. അതുപോലെ തന്നെ ഇവിടെ ഇതിനൊരു ഫോൺസ് ഇൻപുട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി അതിന് വേണ്ടി ഒരു ഇൻപുട്ട് ഇതിനെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പുറകുവശം വരുന്നത്. പുറകുവശം ഇങ്ങനെയാണ് വരുന്നത്. ഇത് 110 വോൾട്ടാണ് സ്പെക്ക് വരുന്നത്. 110 വോൾട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ്. ഇതിന് അഡാപ്റ്റർ വേണം. ഡയറക്റ്റ് നമുക്ക് നാട്ടിൽ കറണ്ടിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അഡാപ്റ്റർ ഉപയോഗിച്ചിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് 120 വോൾട്ട് 60 ഹെർട്സ് ആണ് ഇത് വരുന്നത്. ഇതിൻ്റെ പവർ കൺസപ്ഷൻ വരുന്നത് 245 വാട്ട്സാണ് ഇതിൻ്റെ പവർ കൺസപ്ഷൻ വരുന്നത്. ഇത് മെയ്ഡ് ഇൻ ജപ്പാനാണ്, ജപ്പാൻ സ്പെക്കാണിത്. അതുപോലെ തന്നെ അതിൻ്റെ പവർ സോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പവർ സോക്കറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പവർ സോക്കറ്റിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കാനും പറ്റും. വേറെ CD പ്ലെയർ അല്ലെങ്കിൽ കാസറ്റ് പ്ലെയറിലേക്കൊക്കെ ഇതിൻ്റെ റാക്ക് സിസ്റ്റം വരുന്ന സമയത്ത് അതിൽ ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ സെപ്പറേറ്റ് പവർ ഔട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴായിട്ട് സ്പീക്കർ ടെർമിനലാണ് വരുന്നത്. ഇതിൽ സ്പീക്കർ AB സെലക്ഷൻ വരുന്നുണ്ട്. സ്പീക്കർ A ഉണ്ട്, B ഉണ്ട്. ഇതൊരു ഒരു സെക്ഷൻ Aയും ഒരു സെക്ഷൻ Bയും അങ്ങനെയാണ് ഇതിന് വരുന്നത്. ഇത് 8 ohms സ്പീക്കറാണ് മിനിമം കണക്ട് ചെയ്യേണ്ടത്. 8 ohms to 16 ohms സ്പീക്കർ ആണ് ഇതിന് കണക്ട് ചെയ്യേണ്ടത്. ഇത് 8 ohmsൽ 60 വാട്ട്സാണ് ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നത്, വാട്ട്സ് വരുന്നത് സ്പീക്കർ. അതിൻ്റെ തൊട്ടിപ്പുറമായിട്ട് വലിയൊരു കൂളിംഗ് ഫാൻ കാണാം. പിന്നെ ഇത് റിമോട്ട് കൺട്രോളിൻ്റെ ഒരു ഇതാണ്, ജാക്കാണ്. ഇത് റാക്ക് സിസ്റ്റം വരുന്ന സമയത്ത് മൊത്തത്തിൽ ഒറ്റ റിമോട്ട് കൺട്രോൾ ചെയ്യാന്നുള്ള രീതിയിൽ വരുന്നൊരു കൺട്രോളിങ് ഇതാണ്, ഓപ്ഷനാണിത്. നമുക്ക് കേബിൾ കുത്തിയിട്ട് എല്ലാം ലൂപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ റിമോട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാന്നുള്ള രീതിയിലാണ് അതിങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് അടുത്ത് വരികയാണെങ്കിൽ അതിൻ്റെ ഇൻപുട്ടുകളാണ് ഇവിടെ കാണാം. ഇത് ഫോണോ ഇൻപുട്ടിൻ്റെ RC സോക്കറ്റാണ് ഇൻപുട്ട്. നമ്മൾ റെക്കോർഡ് പ്ലെയർ കാര്യങ്ങൾ അതിൻ്റെ ഒന്നൊക്കെ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു CD ഇൻപുട്ടുണ്ട്. പിന്നെ ഒരു
VCR 1 റെക്കോർഡ് ഔട്ട് പ്ലേ ബാക്കും ഇതിൽ ഇന്ന് കൊടുത്തിട്ട് നമുക്ക് ഔട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ടാപ്പ് ടു VCR റെക്കോർഡ് ഔട്ടും പ്ലേ ബാക്കും ഇന്നുമായിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സോക്കറ്റ് RC സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഇത് നമുക്ക് റേഡിയോയുടെ ഓപ്ഷനാണ്. 75 ഹോംസ് FM ആൻറ്റിന ടു 300 ഹോംസ് AM ആൻറ്റിനൻ്റെയും ഓപ്ഷൻസ്, FM ആൻറ്റിനയും ആൻറ്റിനയുടെ ഓപ്ഷൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഗ്രൗണ്ട് ഇവിടെ തൊട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ഒരു ആൻറ്റിന വരുന്നതിൻ്റെ ഒരു ലോക്കാണത്. ആൻറ്റിന ഇല്ല എനിക്ക് കിട്ടുന്ന സമയത്ത്. ഇത്രയാണ് ഇതിൻ്റെ പുറകുവശം നമുക്ക് നോക്കുന്ന സമയത്ത് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല അടിപൊളി പെർഫോമൻസുള്ള ഒരു ആംപ്ലിഫയറാണ്. ടെക്നിക്സിൻ്റെ കാരണം വേണ്ടി ജപ്പാൻ വരുന്ന സമയത്ത് ജപ്പാൻ സ്പെക്ക് പൊതുവേ നല്ല പെർഫോമൻസാണ്. ഏത് ബ്രാൻഡായാലും ജപ്പാൻ ബ്രാൻഡുകൾ ഏതായാലും നല്ല കുറച്ചും കൂടി നല്ല കേൾക്കാൻ നല്ല സുഖം ജപ്പാൻ സ്പെക്കിലാണ്. എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം ജപ്പാൻ സ്പെക്കാണ്. ജസ്റ്റ് ഒന്ന് ഓണാക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് ഇതാണ് ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത്. പവർ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓണായിട്ട് വരും. ഇതിൽ കാണിക്കുന്നത് റേഡിയോൻ്റെ സ്റ്റേഷൻസ് ആണ്. 24 സ്റ്റേഷൻസ് നമുക്ക് മെമ്മറി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് ഇത് ഓരോ ഇൻപുട്ട് സെലക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ ഇൻപുട്ട് മാറും. ഇതിപ്പം VCR 1 ടാപ്പ് മോണിറ്റർ ഔട്ടിലേക്കുള്ളതാണ്. പിന്നെ CD, ട്യൂണർ, പിന്നെ ഫോണോ, ഇത്രയും ഇൻപുട്ടുകളാണ് ഇതിന് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. അത്യാവശ്യം ഇവിടെ ഇതിലായിട്ട് ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈക്വലൈസറിൻ്റെ അകത്തായിട്ടും ഇതിന് ലൈറ്റ് കാര്യങ്ങൾ റെഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈക്വലൈസറിൻ്റെ ഇതിൽ അത്യാവശ്യം ഓൺ ചെയ്ത് വെച്ചാൽ അത്യാവശ്യം കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. അത് കുറച്ച് യൂസ്ഡ് മോഡലാണ്. കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് മുകളിൽ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് കണക്ട് ചെയ്തിട്ട് ഈ സ്പീക്കറായിട്ട് JBL സ്പീക്കറായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഇത് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. നമുക്ക് കോപ്പിറൈറ്റ് സോങ്സ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. മറ്റേ NCS സോങ്സ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ള സോങ്സ് ഇട്ട് കഴിഞ്ഞാൽ ഓൾറെഡി കോപ്പിറൈറ്റ് അടിക്കുന്നുണ്ട്. കുറേ ഞാനിട്ട വീഡിയോസിനൊക്കെ കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് NCS സോങ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇതിനകത്ത്.